ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, കൈ വയ്യാതിരുന്നിട്ടും അവൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ചിലര് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല. എടി, നിന്റെ ഉള്ളിലെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനല്ലേടി നിന്നെ പെറ്റത്. സമയത്തിലെത്തിയല്ലോ. കൊള്ളാലോ സംഭവം. കൊള്ളാമോനെ, നന്നായിട്ടുണ്ട്. അച്ഛാ, അതെ, സച്ചിയോടൊരു സോറി പറഞ്ഞിട്ട് പോകുന്നതാ നല്ലത്. അച്ഛന്റെ ചമ്മലങ്ങ് മാറിക്കിട്ടും. സൂപ്പർ അല്ലേ? കഴിഞ്ഞ ദിവസം ഡയറി മിൽക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ അച്ഛൻ എന്നെ പറ്റിച്ചു. അച്ഛൻ മറന്നുപോയതുണ്ടല്ലേ? ഇന്ന് വാങ്ങിത്തരാം. അതെ, അനുപേട്ടൻ സച്ചിയുടെ മുഖത്ത് നോക്കാനുള്ള ചമ്മലുകൊണ്ട് പോയതാ. എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്ന ശീലവും ഇല്ല. അവന്റെ മനസ്സിലെ മഞ്ഞുരുകണമെങ്കിൽ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണം. അതെനിക്കറിയാമേ. അതുകൊണ്ട് തന്നെ അനുപേട്ട എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ബാധ്യസ്ഥനാ ഞാൻ. ഒരു ദിവസം അർച്ചനെ ഞാൻ അനുപേട്ടന് മുന്നിൽ കൊണ്ടു നിർത്തും. ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റായി. സച്ചിങ്ങളെ പോവാം. അല്ല, എപ്പോഴാ പഴങ്ങഞ്ഞിക്കടയുടെ ഉദ്ഘാടനം? ഇന്ന് തന്നെ ഉണ്ടോ? ഏയ് ഇല്ല, നാളെ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോരും മോനെ. നമുക്ക് പഴങ്കഞ്ഞി കുടിച്ചിട്ട് പോവാം. എന്താ? പിന്നെ നടന്നത് തന്നെ. ഇവിടുന്ന് ഒരു ചായ കുടിക്കാത്ത ആളാ പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്നെ. മക്കളെ, നിങ്ങൾ ചെല്ലേ. അമ്മമ്മേ, അമ്മുമ്മേ. അമ്മേ, അപ്പൊ ശരി, വൈകിട്ട് കാണാം. പിന്നെ പഴങ്കഞ്ഞി കട ഗംഭീരാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ശരി അച്ഛൻ പോയിട്ട്. അതെ അമ്മേ, ഞങ്ങൾ ഈ ടേബിൾ സെറ്റ് ചെയ്യട്ടെ. എടുത്ത് വെക്കേ. വാ ചെല്ലു മക്കളെ, ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണ്ടേ? ഇങ്ങോട്ട് വന്നേ. എടി, ഇങ്ങോട്ട് വരാൻ. എന്തായി? അനക്ക വിളിച്ചായിരുന്നോ? ആ സ്ഥലം കണ്ടുപിടിച്ചോ? അനക്കയല്ലേ പോയത്. അവളിപ്പോ അവിടെ എത്തിക്കാണും. അതെ, ഞാനേ ആന്റിയെ അമ്മേനെ വിളിച്ചോട്ടെ? അമ്മേ,
എന്താ ഇപ്പൊ എന്റെ അമ്മയെ വിളിച്ചേ അമ്മയെന്ന്? ഇത് കൊള്ളാലോ. ചിപ്പിക്ക് എങ്ങനെയാ അമ്മയെ എത്ര പരിചയം? അതൊക്കെ ഉണ്ട് അല്ലേ മോളെ? ഉം. മോളെ പോലെ തന്നെയാ അമ്മയ്ക്ക് ഇപ്പൊ ഈ ചിപ്പി മോളും. എന്നിട്ട് ഇതുവരെ ചിപ്പി എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഇപ്പോഴല്ലേ കാണുന്നേ അല്ലേ ചിപ്പി മോളെ? അതെ അതെ. മോക്ക് സുഖാണല്ലോ അല്ലേ? ആ അതെ. അമ്മേ, ഗൗരിയുടെ മുഖം കണ്ടില്ലേ? ഞാൻ അമ്മേന്ന് വിളിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ ഗൗരി? സത്യം. അതെ ചിപ്പി, ഇതെനിക്ക് ശരിക്കൊരു അത്ഭുതം തന്നെയാ. അതെ, ഒരു ദിവസം ഞാൻ ഓടി വീഴാൻ പോയപ്പോ എന്നെ പിടിച്ചത് ഈ അമ്മയാ. അന്നമ്മ എന്റെ കാലിൽ മരുന്നും വെച്ചു തന്നു. അന്ന് ചിപ്പിമോളുടെ കയ്യിലല്ലേ ഞാൻ മോക്കുള്ള സ്നാക്സ് കൊടുത്തുവിട്ടെ? അത് മോൾ ഓർക്കുന്നില്ലേ? ഇപ്പൊ ഓർക്കുന്നു. ആ, അത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ബ്ലഡ് തന്നതും ഈ അമ്മയാ. ഞങ്ങള് രണ്ടും ഒരേ ബ്ലഡ് ഗ്രൂപ്പാ അല്ലേ അമ്മേ? അതിനമ്മ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോയത്? വാ. അമ്മ തലവേദനയ്ക്ക് ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അപ്പോഴാ ചിപ്പിമോളെ അപകടം പറ്റി അവിടെ കൊണ്ടുവന്നത്. സ്കൂളിലെ ഗ്രൂപ്പില് മോക്ക് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് മോളുടെ ഫോട്ടോയും മെസ്സേജും വന്നു. അങ്ങനെയാ അമ്മ അതറിഞ്ഞതും ചിപ്പിമോക്ക് ബ്ലഡ് കൊടുത്തതും. അമ്മയാ എന്റെ ജീവൻ രക്ഷിച്ചത്. അന്ന് എനിക്ക് അമ്മ ഉമ്മയും തന്നു. ആണോ? അപ്പൊ നിങ്ങൾ വല്ല ഫ്രണ്ട്സ് ആയല്ലേ? വെറും ഫ്രണ്ട്സ് അല്ല, അതിനേക്കാളും വലിയ ബന്ധാ ഇപ്പൊ ഞങ്ങള് തമ്മില് അല്ലേ ചിപ്പിമോളെ? അതെ, രക്തബന്ധമാ ഞങ്ങള് തമ്മില്. അല്ല, അമ്മ എന്തൊക്കെ എവിടെ? അവരവിടെ വരാന്തി നിപ്പുണ്ട്. അമ്മേ, ഞാൻ വേറെ വിളിച്ചിട്ട് വരട്ടെ? അവരെന്റെ നല്ല ഫ്രണ്ട്സാ. ഞാൻ അവരെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി തരാം. ശരി, ഞാനും ചിപ്പിമോളെ ഇവിടെ നിക്കാം. മോള് പോയി അവരെ വിളിച്ചോണ്ട് വാ. ദാ. ഇനി എന്നും ഗൗരിയെ കൊണ്ടുവിടാൻ അമ്മ തന്നെ വരൂ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അപ്പോ എനിക്ക് അമ്മയെ എന്നും കാണാലോ. അതിനെന്താ, അമ്മ ഇനി ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരാം. അമ്മയ്ക്ക് മോളെയും കാണാലോ. ഗൗരി, നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്റെ കൂടെ പെട്ടെന്ന് വന്നാലേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആരെ? അതൊക്കെ പറയാം, നിങ്ങൾ വാ. ബെല്ലടിക്കാൻ സമയമായി. അതിനു മുമ്പ് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. വാ. ആരാന്ന് പറ ഗൗരി. അത് പറഞ്ഞാലേ നിങ്ങൾ വരൂ. എങ്കിൽ പറയാം, എന്റെ അമ്മ വന്നിട്ടുണ്ട്.